പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഹലോ മലയാളത്തിന്റെ ഈ മണിക്കൂർ. ദേശീയപാത വികസനത്തിൽ സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തി PK കുഞ്ഞാലിക്കുട്ടി. പദ്ധതി പൂർത്തിയാക്കിയത് സർക്കാരിന്റെ നിശ്ചയദാർഢ്യം കൊണ്ടെന്നും സ്ഥലം ഏറ്റെടുക്കലിൽ അത്യുത്സാഹം കാട്ടിയെന്നും മാതൃഭൂമി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ കുഞ്ഞാലിക്കുട്ടി പറയുന്നു. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് കുഞ്ഞാലിക്കുട്ടി ഈ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്? സർക്കാരിനെ പുകഴ്ത്തുക തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി ചെയ്തിരിക്കുന്ന ഈ അഭിമുഖത്തിൽ എന്ന് നമുക്ക് തന്നെ പറയാൻ കഴിയും. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ ഒരു അഭിമുഖത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് പിണറായി സർക്കാരിന്റെ ഏറ്റവും നല്ലതും മോശവുമായി തോന്നിയ ഓരോ കാര്യങ്ങൾ പറയാമോ എന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം അതിലെ കൃത്യമായി പറയുന്നു. ദേശീയപാത വികസനത്തിൽ സംസ്ഥാന സർക്കാർ നിശ്ചയദാർഢ്യവും അത്യുത്സാഹവും കാണിച്ചതും അതുകൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യമായി. നമുക്കറിയാം, ഈ ദേശീയപാത നേരത്തെ UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് അവ സ്ഥലം ഏറ്റെടുക്കാൻ കഴിയാത്ത NH അതോറിറ്റി തന്നെ ഇവിടെ നിന്നും പൂട്ടിപ്പോകുന്ന ഒരു ഓഫീസ് പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായാണ് പിന്നീട് ദേശീയപാത വികസനം പൂർത്തിയാകുകയും ഒപ്പം തന്നെ ആ സ്ഥലം ഏറ്റെടുക്കലിന് സംസ്ഥാന സർക്കാർ 5500 കോടിയിലധികം രൂപ ചെലവഴിക്കുകയും ചെയ്ത് അത്തരം കാര്യങ്ങളെല്ലാം കൂടി ദേശീയപാത യാഥാർത്ഥ്യമാകുമ്പോൾ അതിനെ പുകഴ്ത്തുക തന്നെയാണ് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി ചെയ്തിരിക്കുന്നത്. ദേശീയപാത എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വലിയ താല്പര്യം കാണിച്ചു, അതായത് അത്യുത്സാഹം കാണിച്ചുകൊണ്ട് തന്നെയാണ് അത് യാഥാർത്ഥ്യമായി തന്നെ അദ്ദേഹം ഈ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ശരി ശരി ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.